ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് ഡേയ്സ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് തക്കാളി ചോറുണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു വലിയുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, 3 തക്കാളി, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. ചെറിയൊരു കഷ്ണം പട്ട, 1 ഗ്രാമ്പു, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇടുക. അതിന് ശേഷം ഉള്ളി വഴറ്റാനായിട്ട് ഇടുക. ഉള്ളി ഏകദേശമായി തുടങ്ങുമ്പോൾ തക്കാളി ഇടുക. വഴറ്റി ഏകദേശം ആവുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർക്കാം. ഇനി വെളുത്തുള്ളി ചതച്ചതും മുളകും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ അരി എടുത്ത ഗ്ലാസ്സിന് തന്നെ വെള്ളം 2 ഗ്ലാസ് എടുത്ത് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ഉപ്പ് നോക്കിയതിന് ശേഷം പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകി വാരി വെച്ച അരി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെക്കുക. 1 വിസിൽ വന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്നാൽ മതി. ആവിയെല്ലാം പോയതിന് ശേഷം തുറക്കുക. തുറന്നു കഴിയുമ്പോൾ നമ്മുടെ തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്.